ഹലോ ഫ്രണ്ട്സ്, ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന കെമിസ്ട്രിയിലെ ആദ്യത്തെ അധ്യായമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോൾ കൺസെപ്റ്റിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മോൾ കൺസെപ്റ്റിൻ്റെ 10ഓളം റിലേഷൻഷിപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഏകദേശം മോൾ കൺസെപ്റ്റ് എല്ലാവർക്കും തറോ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ക്വസ്റ്റ്യൻസ് മോൾ കൺസെപ്റ്റിൽ നിന്നും വർക്കൗട്ട് ചെയ്ത് ആ ടോപ്പിക്ക് തറോ ആക്കണം. എന്നാൽ മാത്രമേ ഇനി വരുന്ന ടോപ്പിക്കുകൾ കൂടി മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, ഇന്ന് നമ്മൾ ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇംപിരിക്കൽ ഫോർമുല, മോളിക്കുലാർ ഫോർമുല, ഈ രണ്ട് കൺസെപ്റ്റ്സും നമുക്കിന്ന് പരിചയപ്പെടാം. ഓക്കെ, പാസ്റ്റ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമായ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ലിമിറ്റിംഗ് റിയേജൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്? നമുക്കറിയാം, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ അവിടെ എ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടും അതുപോലെ ബി എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടും കമ്പൈൻ ചെയ്തിട്ട് സിയും ഡിയും ഉണ്ടാകുന്നു എന്ന് സങ്കല്പിക്കുക. എ പ്ലസ് ബി ഗീവ്സ് സി പ്ലസ് ഡി. ഓക്കെ, ഇവിടെ എ നമ്മുടെ കയ്യിൽ ഒരുപാട് എമൗണ്ടിൽ, എക്സസ് എമൗണ്ടിൽ എ ഉണ്ട് എന്ന് സങ്കല്പിക്കുക. ബി കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പം എയും ബിയുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണല്ലോ സിയും ഡിയും ഉണ്ടാവുന്നത്. റിയാക്ട് ചെയ്യാൻ ബി ഇല്ല എങ്കിൽ എന്തുണ്ടാവില്ല? സിയും ഡിയും ഉണ്ടാവില്ല. അപ്പോൾ ബി തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ എ എത്ര ഉണ്ടായിട്ടും കാര്യമില്ല, എന്ത് നടക്കില്ല? കെമിക്കൽ റിയാക്ഷൻ നടക്കില്ല. അപ്പം അങ്ങനെ ആദ്യം കൺസ്യൂം ചെയ്തു പോകുന്ന റിയാക്റ്റൻറ്റിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറയാം. ആ ലിമിറ്റിംഗ് റിയേജൻറ്റ് തീർന്നു പോയാൽ പിന്നെ എന്ത് നടക്കില്ല? കെമിക്കൽ റിയാക്ഷൻ നടക്കില്ല. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടൊരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, ഒരു കെമിക്കൽ റിയാക്ഷനിൽ നടക്കുമ്പോൾ ആദ്യം കൺസ്യൂം ചെയ്തു പോകുന്ന റിയാക്റ്റൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ റിയാക്റ്റൻറ്റ് വിച്ച് ഈസ് കൺസ്യൂംഡ് ഫസ്റ്റ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഈസ് കാൾഡ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഈ ലിമിറ്റിംഗ് റിയേജൻറ്റ് ഏതാണ്, അത് എത്ര റിയാക്ട് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ബാക്കിയൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ ബി എന്ന് പറയുന്ന കോമ്പൗണ്ടാണ് ഇവിടെ, അല്ലെങ്കിൽ റിയാക്റ്റൻ്റ് ആണ് ഇവിടെ ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് നമ്മൾ സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ബി ഫുള്ളായിട്ട് റിയാക്ട് ചെയ്യും അല്ലേ? അപ്പോൾ ബി റിയാക്ട് ചെയ്യുമ്പോൾ എത്ര സി ഉണ്ടാവും, അതുപോലെ എത്ര ഡി ഉണ്ടാവും. ബി ഫുള്ളായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ എത്ര സി ഉണ്ടാവും, എത്ര ഡി ഉണ്ടാവും. എ ഫുള്ളായിട്ട് റിയാക്ട് ചെയ്തുകൊള്ളണമെന്നില്ല. കാരണം എന്താ? എ എക്സസ് എമൗണ്ടിൽ ഉണ്ടെങ്കിൽ ബി റിയാക്ഷൻ നിർത്തുമ്പോൾ, അല്ലെങ്കിൽ ബി തീർന്നു പോകുമ്പോൾ എൻ്റെ റിയാക്ഷൻ നിൽക്കും. അപ്പോൾ പിന്നെ കുറേ കൂടി എ അവിടെ ബാക്കി ഉണ്ടാവും അല്ലേ, എക്സസ് എമൗണ്ടിൽ ഉള്ളത് കൊണ്ട്. അപ്പോൾ നമ്മൾ ബീനെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക? സിൻ്റെയും ഡിൻ്റെയും ഒക്കെ എമൗണ്ട് പ്രെഡിക്റ്റ് ചെയ്യുക, എത്ര ഉണ്ട് എന്നുള്ളത്. അതുപോലെ എയിൽ നിന്നും എ എക്സസ് എമൗണ്ടിൽ ഉണ്ട്, പക്ഷെ അതെല്ലാം എന്ത് ചെയ്യില്ല? ബിയുമായിട്ട് റിയാക്ട് ചെയ്യില്ല. ബി എത്ര എമൗണ്ട് ആണുള്ളത്, അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എത്ര എമൗണ്ട് ആണ് എക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുക എന്ന് നോക്കിയിട്ട് അത്രയും എമൗണ്ട് മാത്രമേ എ റിയാക്ട് ചെയ്യുള്ളൂ. ബാക്കി എന്തുണ്ടാവും? അവിടെ ബാലൻസ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ ബി എത്ര റിയാക്ട് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് കെമിക്കൽ റിയാക്ഷനിൽ നടക്കുന്ന ബാക്കി എല്ലാ സംഭവങ്ങളും മനസ്സിലാക്കാൻ പറ്റും. അതായത് എ എത്ര റിയാക്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ എത്ര സി ഉണ്ടായിട്ടുണ്ട്, എത്ര ബി ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ബീൻ്റെ എമൗണ്ട് നമുക്ക് അറിഞ്ഞാൽ, അല്ലെങ്കിൽ ബീൻ്റെ നമ്പർ ഓഫ് മോൾസ് അറിഞ്ഞാൽ അല്ലേ, എന്താണെങ്കിലും ബീൻ്റെ മാസ് ആണെങ്കിലും മോൾസ് ആണെങ്കിലും വോളിയം ആണെങ്കിലൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 10ഓളം റിലേഷൻഷിപ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മോള് കിട്ടിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാസും അതുപോലെ വോളിയം ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ലിമിറ്റിംഗ് റിയേജൻറ്റിനെ കണ്ടെത്തുന്നത്? വളരെ സിമ്പിളായിട്ടുള്ള, ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് ശ്രദ്ധിച്ച് കേൾക്കുക, ഈ രൂപത്തിൽ തന്നെ ചെയ്തു പഠിക്കുക. ഓക്കെ, ഞാനിവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ എടുക്കുകയാണ്. അതായത് എയും ബിയും റിയാക്ട് ചെയ്തിട്ട് സിയും ഡിയും ഉണ്ടാകുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ. ഓക്കെ, ഇവിടെ നമുക്കറിയാം, ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആവുമ്പോൾ എല്ലാ റിയാക്റ്റൻസിനും എല്ലാ പ്രോഡക്ട്സിനും ഒരു സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് ഉണ്ടാവും അല്ലേ, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണെങ്കിൽ. അപ്പോൾ എൻ്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻറ്റിനെ ഞാൻ സ്മോൾ എ ആയിട്ട് എടുക്കുകയാണ്. അതുപോലെ ക്യാപിറ്റൽ ബിൻ്റെ
സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ബി ആണ്. അതുപോലെ ക്യാപിറ്റൽ സി റിയാക്റ്റൻ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ സിന്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് സി ആണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ആണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത് അല്ലേ. ഈ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് മോൾസ് ഇതുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ ഡിൻ്റെത് ഞാൻ സ്മോൾ ഡി ആയിട്ട് എടുക്കുകയാണ്. എ മോൾസ് ഓഫ് ക്യാപിറ്റൽ എ റിയാക്ട്സ് വിത്ത് ബി മോൾസ് ഓഫ് ക്യാപിറ്റൽ ബി ടു പ്രൊഡ്യൂസ് സ്മോൾ സി മോൾസ് ഓഫ് ക്യാപിറ്റൽ സി ആൻഡ് ഡി മോൾസ് ഓഫ് ക്യാപിറ്റൽ ഡി അല്ലേ. ഇതാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് സങ്കല്പിക്കാം. അപ്പം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സപ്പോസ് എക്സ് ഗ്രാം എ ഉണ്ട് നമ്മളെ കയ്യിൽ, അതുപോലെ വൈ ഗ്രാം ബി ഉണ്ട്. ഓക്കെ, എക്സ് ഗ്രാം എ ഉണ്ട്, അതുപോലെ വൈ ഗ്രാം ബി ഉണ്ട്. അല്ലെങ്കിൽ എക്സ് എ ഉണ്ട്, എക്സ് മോൾ എ ഉണ്ട്, അതുപോലെ വൈ മോൾ ബി ഉണ്ട്. ഇങ്ങനെ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ ഓഫ് മോൾസും അതുപോലെ തന്നെ ഈ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റിലുള്ള നമ്പർ ഓഫ് മോൾസും അവരെ രണ്ടുപേരെയും ഡിവൈഡ് ചെയ്യാം നമ്മൾ ആദ്യം. അതായത് എക്സ് ബൈ എ ചെയ്യാം. എക്സ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന നമ്പർ ഓഫ് മോൾസ് ആണ്. ഓക്കെ, എ എന്ന് പറയുന്നത് ഈ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റിലുള്ള നമ്പർ ഓഫ് മോൾസ് ആണ്. അതുപോലെ നമ്മൾ വൈ ബൈ ബി ചെയ്യാം. വൈ ബൈ ബി, വൈ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന നമ്പർ ഓഫ് മോൾസ് ആണ്. ബി എന്ന് പറയുന്ന റിയാക്റ്റന്റിന്റെ നമ്പർ ഓഫ് മോൾസ് ആണ്. സ്മോൾ ബി എന്നാൽ എന്താണ്? ഇക്വേഷനിലുള്ള ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിലുള്ള ബിന്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ആണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ആണ്. ഇത് രണ്ടും ചെയ്തിട്ട് ഇതിലേതാണോ ചെറിയ സംഖ്യ കിട്ടുന്നത്, ചെറിയ നമ്പർ കിട്ടുന്നത്, അതായിരിക്കും ലിമിറ്റിംഗ് റിയേജന്റ്. ഫോർ എക്സാമ്പിൾ എക്സ് ബൈ എ ലെസ് ദാൻ വൈ ബൈ ബി. ഒന്നാമത്തെ കേസ്, സപ്പോസ് എക്സ് ബൈ എ ലെസ് ദാൻ വൈ ബൈ ബി. എക്സ് ബൈ എ വൈ ബൈ ബിനേക്കാളും ചെറുതാണെങ്കിൽ, എക്സ് ബൈ എ ആണ് ചെറുതെങ്കിൽ എ ആയിരിക്കും എന്ത്? എ ആയിരിക്കും ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സ് ബൈ എ ലെസ് ദാൻ വൈ ബൈ ബി ആണെങ്കിൽ. ഓക്കെ, ഇനി നേരെ തിരിച്ചാണെങ്കിലോ, അതായത് വൈ ബൈ ബി ലെസ് ദാൻ എക്സ് ബൈ എ ആണെങ്കിൽ ബി ആയിരിക്കും ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ്. ഓക്കെ, ബി ആയിരിക്കും ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പൊ രണ്ടാമത്തെ കേസ് എന്താണ്? വൈ ബൈ ബി ലെസ് ദാൻ എക്സ് ബൈ എ. ഇവിടെ വൈയും എക്സും എന്താണ്? എക്സ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള നമ്പർ ഓഫ് മോൾസ് ആണ്. ചിലപ്പോൾ നമുക്ക് തരുന്നത് മാസിലായിരിക്കും. അപ്പോൾ മാസിനെ മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടും. അല്ലെങ്കിൽ വോളിയംസിലായിരിക്കും. വോളിയത്തെ എസ് ടി പിയിലാണെങ്കിൽ 22.4 ലിറ്റേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഇങ്ങനെ തന്നിരിക്കുന്ന നമ്പർ ഓഫ് മോൾസ് നമ്മൾ ആദ്യം കാണുക. അതുപോലെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിലുള്ള നമ്പർ ഓഫ് മോൾസ് കാണുക. അതിനെ രണ്ടിനെയും ഡിവൈഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഏതാണ് ചെറുതെന്ന് നോക്കുക. ആ ചെറുതായിരിക്കും എന്ത്? ലിമിറ്റിംഗ് റിയേജന്റ്. മൂന്നാമത്തെ കേസിൽ എക്സ് ബൈ എ വൈ ബൈ ബിനേക്കാളും, എക്സ് ബൈ എയും വൈ ബൈ ബിയും എന്താണ്? ഈക്വൽ ആണ് അല്ലേ? അങ്ങനെ ഈക്വൽ ആണെങ്കിൽ രണ്ടാളെയും നമുക്ക് എന്തായിട്ട് എടുക്കാം? ലിമിറ്റിംഗ് റിയേജന്റ് ആയിട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ ലിമിറ്റിംഗ് റിയേജന്റിനെ കണ്ടെത്തിയിട്ട് പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്ര മോൾ പ്രോഡക്റ്റ് ഉണ്ടാകുന്നുണ്ട്, അതുപോലെ എത്ര മോൾ റിയാക്റ്റൻസ് റിയാക്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം അല്ലേ. അതായത് N2+3H2 gives NH3 എന്നുള്ള അമോണിയൻ്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട റിയാക്ഷൻ. ഇവിടെ താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏത് ഓപ്ഷനിലാണ് ഹൈഡ്രജൻ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഐഡൻറ്റിഫൈ ഡൈഹൈഡ്രജൻ H2 ആസ് എ ലിമിറ്റിംഗ് റിയേജന്റ് ഇൻ ദി ഫോളോയിങ് റിയാക്ഷൻ മിക്സ്ചേഴ്സ്. ഒന്നാമത്തെ റിയാക്ഷൻ മിക്സ്ചർ 56 ഗ്രാം ഓഫ് നൈട്രജൻ പ്ലസ് 10 ഗ്രാം ഓഫ് ഹൈഡ്രജൻ ആണ്. അപ്പോൾ നമ്മളിവിടെ കാണേണ്ടത് എയും ബിയും റിയാക്റ്റൻസ് ആണെങ്കിൽ എക്സ് ബൈ സ്മോൾ എ ചെയ്യാം. അതായത് നമുക്ക് തന്നിട്ടുള്ള നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിലുള്ള നമ്പർ ഓഫ് മോൾസ്. അതുപോലെ ബീൻ്റെതും അതേപോലെ ചെയ്യാം. ബി വൈ ബൈ ബി ചെയ്യാം. എന്നിട്ട് അതിൽ സ്മോൾ ഏതാണെന്ന് നോക്കുക, അതായിരിക്കും ലിമിറ്റിംഗ് റിയേജന്റ്. ഓക്കെ, ഒന്നാമത്തെ കേസ് നമുക്ക് ചെയ്യാം. എ എന്ന് പറയുന്ന കേസിൽ നമുക്കറിയാം ഇവിടുത്തെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്
N2 plus 3H2 gives 2NH3 ആണ് ഇവിടുത്തെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ അല്ലേ. അപ്പോൾ ഇവിടെ സ്മോൾ എ എന്ന് പറയുന്നത് 1 ആണ്, അതുപോലെ സ്മോൾ ബി എന്ന് പറയുന്നത് 3 ആണ്, അതുപോലെ സ്മോൾ സി എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. അതായത് 1 മോൾ നൈട്രജനും 3 മോൾസ് ഓഫ് ഹൈഡ്രജനും കമ്പൈൻ ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്, 2 മോൾസ് ഓഫ് അമോണിയ ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്നതിൽ 56 ഗ്രാം ഓഫ് N2 ആണ് തന്നിട്ടുള്ളത്. N2ൻ്റെ മാസ് എത്രയാണ്? N2ൻ്റെ മാസ് നമുക്കറിയാം 14 + 14 28 ആണ് അല്ലേ. അപ്പോൾ തന്നിരിക്കുന്ന മാസ്, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ 28 ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ്, ഗിവൺ നമ്പർ ഓഫ് മോൾസ് കിട്ടും. N2ൻ്റെ അത് എത്രയാണ്? 2 ആണ് അല്ലേ. അപ്പോൾ N2ൻ്റെ നമ്പർ ഓഫ് മോൾസ് 2 ആണ് തന്നിട്ടുള്ളത്. അതുപോലെ ഹൈഡ്രജൻ്റെ നമ്പർ ഓഫ് മോൾസ് തന്നിട്ടുള്ളത് 10 ഗ്രാം ഓഫ് H2 എന്നാണ് തന്നിട്ടുള്ളത്. ഒരു 1 മോൾ H2 ആണെങ്കിൽ അതിൻ്റെ മാസ് 2 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 5 കിട്ടും അല്ലേ. 5 മോള് H2 ആണ് ആദ്യത്തേൽ തന്നിട്ടുള്ളത്. 5 മോൾ H2, അതുപോലെ 2 മോൾസ് ഓഫ് എന്താണ്, നൈട്രജനും അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് x/aയും y/bയും കാണാം. x/a എന്ന് പറയുന്നത് 2/1 ആണ്. 2/1 = 2. അതുപോലെ y/b എന്ന് പറയുന്നത് 5/3 ആണ് അല്ലേ. 5/3 എത്ര വരിക? 5/3 will be equal to 5/3 അല്ലേ. 3 2 1.6 ആണ് വരിക അല്ലേ. 1.6. അപ്പോൾ ഇവിടെ ചെറുതേതാണ്? ഹൈഡ്രജൻ ആണ് അല്ലേ. y/b ആണ് ചെറുത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ, ഒന്നാമത്തെ കേസിൽ ഹൈഡ്രജൻ ലിമിറ്റിംഗ് റിയേജൻ്റ് ആണ്. അത് നമുക്ക് കിട്ടി. ഇനി രണ്ടാമത്തേത് നോക്കാം. 35 ഗ്രാം ഓഫ് N2 പ്ലസ് 8 ഗ്രാം ഓഫ് H2 അല്ലേ. ബി രണ്ടാമത്തെ കേസ്, രണ്ടാമത്തെ റിയാക്ഷൻ മിക്സ്ചറിൽ N2ൻ്റെ നമുക്ക് തന്നിട്ടുള്ള മോൾസ് എന്ന് പറയുന്നത് 35/28 ആണ്. 35/28 അത് ചെയ്താൽ 35/28 ചെയ്താൽ 128 28 7 വരും അല്ലേ. 70 എത്ര വരും? 28 3 വരും അല്ലേ. അപ്പോൾ 0.3 1.3 ആണ് കിട്ടുക. 1.3. ഇനി ഹൈഡ്രജൻ്റെ മോൾസോ? രണ്ടാമത്തെ എക്സാമ്പിളിൽ ഹൈഡ്രജൻ്റെ മോൾസ്, ബി എന്ന ഓപ്ഷനിൽ ഹൈഡ്രജൻ്റെ മോൾസ് 8 ഡിവൈഡഡ് ബൈ 2 ആണ് കിട്ടുക, അതായത് 4. അപ്പോൾ ഇവിടെ 1.3യും 4ഉം ആണ് അല്ലേ. 1.3യും 4ഉം ആണ്. അതിൽ ഹൈഡ്രജൻ എക്സസ് ആയിട്ടാണുള്ളത്. അവിടെ എന്തല്ല, ഹൈഡ്രജൻ ലിമിറ്റിംഗ് റിയേജൻ്റ് അല്ല. ഓക്കെ, മൂന്നാമത്തെ കേസ് 14 ഗ്രാം ഓഫ് N2 ആണ്. 14 ഗ്രാം ഓഫ് N2 എന്ന് പറയുമ്പോൾ സി എന്ന കേസ് ഞാൻ ഇവിടെ ഇതാണ്. സിയിൽ 14 ഗ്രാം ഓഫ് N2 ആണ്. 14 എന്ന് പറയുന്നത് എത്ര മോൾസ് ആണ്? 14 ഡിവൈഡഡ് ബൈ 28, അതായത് 0.5 മോൾസ് ആണ് അല്ലേ. അതുപോലെ ഹൈഡ്രജൻ എന്താണ്? 4 ഗ്രാം ആണ്, അതായത് 4/2 = 2 മോൾസ് ആണ് അല്ലേ. ഇനി 0.5നെ ഞാൻ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പം എനിക്ക് 0.5 ഡിവൈഡഡ് ബൈ 1 = 0.5 എന്ന് കിട്ടി. 2നെ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, 2/3 എന്ന് കിട്ടി. 2/3 ആണോ 0.5 ആണോ വലുത്? 0.5 എന്ന് പറയുന്നത് 1/2 ആണ് അല്ലേ. 2/3 ആണ് അതിൽ വലുത് അല്ലേ. 2/3 ആണ് വലിയത്. അതുകൊണ്ട് എന്താണ്, സിയിലും ഹൈഡ്രജൻ ലിമിറ്റിംഗ് റിയേജൻ്റ് അല്ല. അവിടെ എന്താണ്, നൈട്രജൻ ആണ് ലിമിറ്റിംഗ് റിയേജൻ്റ്. മൂന്നാമത്തെ കേസ് എടുത്ത് നോക്കാം. നാലാമത്തെ കേസ് എടുത്ത് നോക്കാം. നാലാമത്തെ കേസിൽ 28 ഗ്രാം ഓഫ് നൈട്രജൻ ആണ്. അപ്പോൾ ഞാനത് ഇവിടെ ഇതാണ്. ഓക്കെ, 28 ഗ്രാം ഓഫ് നൈട്രജൻ എന്ന് പറയുമ്പോൾ 28 ഡിവൈഡഡ് ബൈ 28 = 1 മോൾ ആണ് അല്ലേ. 1/1 = 1 എന്ന് കിട്ടും, അതായത് x/a = 1 എന്ന് കിട്ടും. ഇനി 6 ഗ്രാം ഓഫ് H2 ആണ്. 6/2 = 3, 3/3 = 1 എന്ന് കിട്ടും, അതായത് y/b = 1 എന്ന് കിട്ടും. അപ്പോൾ x/aയും 1 ആണ്, അതുപോലെ y/bയും എന്താണ്, 1 ആണ്. അപ്പോൾ നാലാമത്തെ കേസിൽ രണ്ടാളും എന്താണ്, ലിമിറ്റിംഗ് റിയേജൻസ് ആണ്. നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഫസ്റ്റ്
കേസാണ് അല്ലേ. അതായത് 56 gram ഓഫ് N2 പ്ലസ് 10 gram ഓഫ് H2. അവിടെ ഹൈഡ്രജൻ ആണ് ലിമിറ്റിംഗ് റിയേജൻ്റ് ആയി വരുന്നത്. കൺഫർമേഷന് വേണ്ടിയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ ഓപ്ഷൻസും ചെയ്തത്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ലിമിറ്റിംഗ് റിയേജൻറ്റിനെ കണ്ടെത്താൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസും ലിമിറ്റിംഗ് റിയേജൻറ്റുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. അതായത് an amount of 5 moles of A, 6 moles of B and excess amount of C are mixed to produce a final product D. എയും ബിയും സിയും റിയാക്ട് ചെയ്തിട്ട് ഡി ഉണ്ടാകുന്ന പ്രോസസ്സ്. ഓക്കെ, അത് നമുക്ക് 2 സ്റ്റെപ്പായിട്ടാണ് തന്നിട്ടുള്ളത്. അതായത് ആദ്യത്തെ റിയാക്ഷനിൽ A+2B ഗീവ്സ് I, ദെൻ I+C ഗീവ്സ് B+D അല്ലേ. അതായത് ആദ്യത്തെ സ്റ്റെപ്പിൽ ഉണ്ടാകുന്ന ബി എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടാമത്തെ സ്റ്റെപ്പിൽ റിയാക്ട് ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് ദ മാക്സിമം മോൾസ് ഓഫ് ഡി വിച്ച് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് അസ്യൂമിങ് ദാറ്റ് the products formed can also be reused in the reactions. ഇങ്ങനെ 5 moles of എയും 6 moles of ബിയും റിയാക്ട് ചെയ്താൽ എത്ര മോൾ ഡി ഉണ്ടാകും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ ആ റിയാക്ഷൻ ഒന്ന് ഇങ്ങോട്ട് എടുത്തതാണ്. ഓക്കെ, A+B ഗീവ്സ് A+2B ഗീവ്സ് I, അതുപോലെ I+C ഗീവ്സ് B+D. ഓക്കെ, ഇനീഷ്യലായിട്ട് നമ്മളെ കയ്യിൽ 5 മോൾ എ ആണുള്ളത് അല്ലേ. 5 മോൾ എ ഉണ്ട്, അതുപോലെ 6 മോൾസ് ഓഫ് ബി ഉണ്ട്. ഓക്കെ, ആദ്യം നമുക്ക് ലിമിറ്റിംഗ് റിയേജൻറ്റിനെ കണ്ടെത്തണം. ലിമിറ്റിംഗ് റിയേജൻറ്റിനെ കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, തന്നിട്ടുള്ള നമ്പർ ഓഫ് മോൾസിനെ സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യൻറ്റുമായിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് 5/1 = 5 എന്ന് കിട്ടും, 6/2 = 3 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ചെറുതാരാണ്, ചെറുത് 3 ആണ് അല്ലേ. അതായത് ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത് ആരാണ്, ബി ആണ്. നമുക്ക് 3 മോൾസ് ഓഫ് ബി ആണ് 3 കിട്ടിയത് കൊണ്ട് ബി ആണ് ലിമിറ്റിംഗ് റിയേജന്റ് അല്ലേ. ഇവിടെ നമുക്ക് സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യന്റ് നോക്കിയാൽ കാണാൻ പറ്റും 1 മോൾ ഓഫ് എ റിയാക്ട്സ് വിത്ത് 2 മോൾസ് ഓഫ് ബി ആണ് അല്ലേ. 2 മോൾസ് ഓഫ് ബി ആണ്. അപ്പോൾ ബി ലിമിറ്റിംഗ് റിയേജന്റ് ആയതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് 6 മോൾസ് ഓഫ് ബി റിയാക്ട് ചെയ്ത് പോകും അല്ലേ. 6 മോൾസ് ഇവിടെ എത്ര മോളായിട്ടാണ് റിയാക്ട് ചെയ്യുക, 2 മോൾ 1 മോൾ എ ആയിട്ടാണ് റിയാക്ട് ചെയ്യുക. 2 മോൾസ് ഓഫ് ബി 1 മോൾ ഓഫ് എ ആയിട്ടാണ് റിയാക്ട് ചെയ്യുക. അതുകൊണ്ട് 6 മോൾസ് ഓഫ് ബി 3, അതിൻ്റെ നേരെ പകുതി, അതായത് 3 മോൾസ് ഓഫ് എ ആയിട്ടാണ് റിയാക്ട് ചെയ്യുക അല്ലേ. അപ്പം ഞാനിവിടെ ഇതാണ് 3 മോൾസ് ഓഫ് എ 6 മോൾസ് ഓഫ് ബിയുമായിട്ട് റിയാക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഐ എത്രയാണ് ഉണ്ടാവുക, 1 മോൾ. നമുക്ക് ഈ റിലേഷൻഷിപ്പ് നോക്കിയാൽ മതി. അതായത് 1 മോൾ എ റിയാക്ട് ചെയ്താൽ 1 മോൾ ഐ ഉണ്ടാവും. അപ്പോൾ 3 മോൾ എ റിയാക്ട് ചെയ്താൽ എത്ര മോൾ ഐ ഉണ്ടാവും, 3 മോൾ ഉണ്ടാവും. ഓക്കെ, ഇവിടെയും 3 മോൾ ഉണ്ടാവും, സിയും 3 മോൾ ആയിരിക്കും, ഉണ്ടാകുന്ന ബിയും അതുപോലെ ഡിയും 3 മോൾസ് ആയിരിക്കും. ഓക്കെ, കാരണം അവരെല്ലാവരും അവരുടെയൊക്കെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. അതുകൊണ്ട് അവരെല്ലാവരും 3 ആയിരിക്കും. ഇനി നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഉണ്ടായിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് വേണമെങ്കിൽ റിയാക്റ്റൻ്റ് ആയിട്ട് വീണ്ടും ഉപയോഗിക്കാമെന്ന്. അപ്പോൾ നമ്മൾ ഈ ബീനെ വീണ്ടും എന്ത് ചെയ്യും, ബി ഇപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് എന്താ പറയുക കൺസ്യൂം ചെയ്തു പോയല്ലോ. ഇനി നമ്മൾ ഉണ്ടായിട്ടുള്ള ഈ ബീനെ, അതായത് 3 മോൾസ് ഓഫ് ബീനെ നമ്മൾ എന്ത് ചെയ്യാണ്, വീണ്ടും റിയാക്റ്റൻ്റ് ആയിട്ട് പരിഗണിക്കുകയാണ്. ഓക്കെ, 3 മോൾസ് ഓഫ് ബി ഇവിടെ ഉണ്ട്, അതിന് നമ്മൾ വീണ്ടും റിയാക്റ്റൻ്റ് ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, 3 മോൾസ് ഓഫ് ബി. നമ്മളെ കയ്യിൽ ബാക്കിയുള്ളത് ഈ 5ൽ 3 റിയാക്ട് ചെയ്ത് പോയി എൻ്റെ. അപ്പോൾ ഇനി എൻ്റെ നമ്പർ ഓഫ് മോൾസ് ബാക്കിയുള്ളത് 2 ആണ് അല്ലേ. ഇനി ഇവിടെ നമ്മൾ ലിമിറ്റിംഗ് റിയേജന്റ് ആരാണെന്ന് കാണണം രണ്ടാമത്തെ സ്റ്റെപ്പിൽ. അതായത് 3/2 ചെയ്യാം, അതുപോലെ 2/1 ചെയ്യാം. y/bയും അതുപോലെ x/aയും ചെയ്യാം. 3/2 അതുപോലെ 2/1 അല്ലേ. 3/2 അതുപോലെ 2/1. അപ്പോൾ ഇത് രണ്ടും ചെയ്താൽ 3/2 ആണ് ഇതിൽ ചെറുത് അല്ലേ. അപ്പോൾ ഇവിടെയും ലിമിറ്റിംഗ് റിയേജന്റ് ആരെന്നെയാണ്, നമ്മുടെ ബി ആണ് അല്ലേ. അതായത് 3 ഫുള്ളായിട്ട് റിയാക്ട് ചെയ്ത് പോവും എന്ന് കരുതുക. 3 ഫുള്ളായിട്ട് റിയാക്ട് ചെയ്യുമെങ്കിൽ ഇവിടെ സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യന്റ് നമുക്ക് വീണ്ടും നോക്കാം. അതായത് 2 മോൾസ് ഓഫ് ബി റിയാക്ട് ചെയ്യുന്നത് 1 മോൾ ഓഫ് എ ആയിട്ടാണ്. ഹാഫ് ആണ് ഇതിൻ്റെ അല്ലേ. നമ്പർ ഓഫ് മോൾസ് ബീൻ്റെ നേരെ ഹാഫ് ആണ് ഏത്, എ. അപ്പോൾ 2 മോൾസ് 1 മോളുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 3 മോൾ എത്ര മോളായിട്ടായിരിക്കും റിയാക്ട് ചെയ്യുക, 1.5 മോളായിട്ടായിരിക്കും റിയാക്ട് ചെയ്യുക അല്ലേ. 1.5 എയും 3 മോൾസ് ഓഫ് ബിയും റിയാക്ട് ചെയ്യും. ഇനി ഉണ്ടാകുന്ന ഐ എത്ര ആയിരിക്കും,
1.5 മോൾസ് ഓഫ് എ ആണല്ലോ റിയാക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ഉണ്ടാകുന്നത് 1.5 മോൾസ് ഓഫ് ഐ ആയിരിക്കും. കാരണം എന്താണ്, 1 എ റിയാക്ട് ചെയ്താൽ 1 ഐ ആണ് ഉണ്ടാവുക, 10 എ റിയാക്ട് ചെയ്താൽ 10 ഐ ആണ് ഉണ്ടാവുക. അപ്പോൾ 1.5 ഐ എ റിയാക്ട് ചെയ്താൽ 1.5 ഐ ഉണ്ടാവും. ഇനി ഇതൊക്കെ അതേ പ്രപ്പോർഷനിൽ തന്നെയാണ്, 1:1 ആണ് അല്ലേ. അതുകൊണ്ട് 1.5 ഐയും 1.5 സിയും റിയാക്ട് ചെയ്തിട്ട് 1.5 ബിയും അതുപോലെ 1.5 ഡിയും ഉണ്ടാവും രണ്ടാമത്തെ സ്റ്റെപ്പിൽ. ഓക്കെ, ഇനി ഈ ഉണ്ടായിട്ടുള്ള ബി നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, വീണ്ടും റിയാക്ട് ചെയ്യിക്കാം അല്ലേ. 1.5 ബി ഇവിടെ ഉണ്ടായല്ലോ, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും റിയാക്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഞാൻ 1.5 ബീനെ എടുത്തു. ഓക്കെ, ഇനി ഈ എ എത്രയാണ് ഇവിടെ ബാക്കിയുള്ളത്, 2 ഉണ്ടായിരുന്നു, അതിൽ 1.5 ആണ് നേരത്തെ റിയാക്ട് ചെയ്തത്. ഇനി 0.5 ബാക്കിയുണ്ട് അല്ലേ, 0.5 എ ഉണ്ട്, അതുപോലെ 1.5 എന്തുണ്ട്, ബി ഉണ്ട്. ഇതിലാരാണ് ലിമിറ്റിംഗ് റിയേജന്റ്, നമുക്കൊന്നുകൂടി ചെയ്ത് നോക്കാം അല്ലേ. അതായത് 1.5/2 അതുപോലെ 0.5/1. 1.5/2 എന്ന് പറയുമ്പോൾ 1.5/2 ആണോ 0.5/1 ആണോ വലുത്, ചെറുത് 0.5/1 തന്നെയാണ് അല്ലേ, 0.5/1. അപ്പോൾ ഇവിടെ ലിമിറ്റിംഗ് റിയേജന്റ് ആയിട്ട് വരുന്നത് ആരാണ്, നമ്മുടെ എ ആണ്. ഓക്കെ, 0.5 മോൾസ് ഉള്ള എ ആണ് ഇവിടെ ലിമിറ്റിംഗ് റിയേജന്റ് ആയിട്ട് വരിക. അപ്പോൾ 0.5 മോൾസ് ഓഫ് എ എത്ര മോൾ ബി ആയിട്ടാണ് റിയാക്ട് ചെയ്യുക, 1 മോൾ ബി ആയിട്ടാണ് റിയാക്ട് ചെയ്യുക. കാരണം 1 മോൾ എ 2 മോൾ ബി ആയിട്ടാണല്ലോ റിയാക്ട് ചെയ്യുക. അപ്പോൾ 0.5 മോൾസ് ഓഫ് എ 1.5 മോൾസ് ഓഫ് ബി ആയിട്ടാണ് റിയാക്ട് ചെയ്യുക. അങ്ങനെ റിയാക്ട് ചെയ്താൽ 0.5 മോൾസ് ഓഫ് ഐ ഉണ്ടാവും. കാരണം 1 മോൾ എ റിയാക്ട് ചെയ്താൽ 1 മോൾ ഐ ആണ് ഉണ്ടാവുക. അപ്പോൾ 0.5 മോൾസ് ഓഫ് എ റിയാക്ട് ചെയ്താൽ 0.5 മോൾസ് ഓഫ് ഐ ഉണ്ടാവും. ആ 0.5 മോൾസ് ഓഫ് ഐ 0.5 മോൾസ് ഓഫ് സിയുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് 0.5 മോൾസ് ഓഫ് ബി ഉണ്ടാവും. അതുപോലെ തന്നെ ആരും ഉണ്ടാവും, 0.5 മോൾസ് ഓഫ് ഡി ഉണ്ടാവും. ഓക്കെ, ഇനി ഈ 0.5 ബിനെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഉപയോഗിച്ചൂടെ, ഉപയോഗിക്കാൻ പറ്റൂല അല്ലേ. കാരണം എന്താണ്, ഇവിടെയുള്ള എ മൊത്തം തീർന്നു പോയിട്ടുണ്ട്. ഇനി നമുക്ക് റിയാക്ട് ചെയ്യാൻ ആരില്ല, എ ഇല്ല, അതുകൊണ്ട് ഇനി റിയാക്ഷൻ നടക്കില്ല. അപ്പോൾ ഇവിടെ നമ്മോട് ചോദിച്ചിട്ടുള്ളത് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഡി ആണ് ചോദിച്ചിട്ടുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഡി. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഡി എത്ര കിട്ടുക, 3 + 1.5 + 0.5, അതായത് 5 മോൾസ് ഓഫ് ഡി ആണ് ഉണ്ടാവുക അല്ലേ. ഇങ്ങനെ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വരുന്ന റിയാക്ഷൻസ്. ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് ഞാൻ ഒന്നുകൂടി പറയാം. അതായത് ഇത്തരം റിയാക്ഷൻസ് ആദ്യത്തെ സ്റ്റെപ്പിൽ ഉണ്ടായിട്ടുള്ള പ്രോഡക്റ്റ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ റിയാക്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ലിമിറ്റിംഗ് റിയേജൻറ്റ് ഓരോ സ്റ്റെപ്പിലും കാണാം. റെഡി, ഓരോ സ്റ്റെപ്പിലും ലിമിറ്റിംഗ് റിയേജൻറ്റ് കണ്ടിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേഷൻസ് നടത്തുക. അവസാനം നമുക്ക് പ്രോഡക്റ്റ് എത്രയാണെന്ന് ടോട്ടലായിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്കിത് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, റെഡി. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ റിയാക്ഷൻ 2A gives 2B, B gives 2C and 3C gives 4D. The number of moles of D formed starting with 4 moles of AR. ഇവിടെയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നടക്കുന്ന റിയാക്ഷൻസ് ആണ്. അതായത് 2A എന്താണ്, 2A റിയാക്ട് ചെയ്തിട്ട് 2B ഉണ്ടാവുന്നു. 2B റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാവുന്നു, 2C ഉണ്ടാവുന്നു. അതുപോലെ 3C റിയാക്ട് ചെയ്തിട്ട് 4D ഉണ്ടാവുന്നു. ഞാൻ ഇവർക്കൊക്കെ ഇക്വേഷൻ 1 അതുപോലെ 2 അതുപോലെ 3 എന്ന് നെയിം ചെയ്യാണ്. ഓക്കെ, ഇനി നമുക്ക് ആദ്യത്തെ 2 ഇക്വേഷൻ പരിഗണിക്കാം. ആദ്യത്തെ 2 ഇക്വേഷൻസ്. ഓക്കെ, ആദ്യത്തെ 2 ഇക്വേഷൻ നോക്കിയാൽ അതിൽ നമുക്ക് ബി റൈറ്റ് സൈഡിലുണ്ട് അതുപോലെ ലെഫ്റ്റ് സൈഡിലുണ്ട് അല്ലേ. ഇത് ബി ആണ്. അപ്പോൾ ഇവരെ രണ്ടാളെയും നമുക്ക് കട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, ഇൻറ്റു 2 ചെയ്യാണ്. എന്നിട്ട് ഇവരെ രണ്ടാളെയും ആഡ് ചെയ്യാണ്. അതായത് 1 + 2 × 2. ഓക്കെ, അങ്ങനെ ചെയ്താൽ എനിക്ക് എന്താ കിട്ടുക, ഇതിനെ രണ്ടാമത്തെ ഇക്വേഷനെ
2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2b gives 4c എന്ന് കിട്ടും അല്ലേ. 2b gives 4c. അപ്പോൾ ഇവിടെ ഈ 2bയും അതുപോലെ ഈ 2bയും കട്ടായിപ്പോയി. അങ്ങനെയാണെങ്കിൽ 2a gives 4c എന്ന് കിട്ടും. റെഡിയാണല്ലോ. 2a gives 4c. അപ്പോൾ ഞാൻ ആദ്യ ഘട്ടത്തിൽ ഒന്നാമത്തെ ഇക്വേഷനെയും 2 കൊണ്ട് ഗുണിച്ചിട്ടുള്ള രണ്ടാമത്തെ ഇക്വേഷനെയും ആഡ് ചെയ്തപ്പോൾ 2a gives 4c എന്ന് കിട്ടി. ഇനി ഇവിടെ റൈറ്റ് സൈഡിലാണ് 4c ഉള്ളത്, ഇവിടെ 3c എന്തുണ്ട് ലെഫ്റ്റ് സൈഡിലാണുള്ളത്. ഇവരെ രണ്ടാളെയും നമുക്ക് കട്ട് ചെയ്യാം അല്ലേ. എന്ത് ചെയ്താൽ മതി, ഈ മൂന്നാമത്തെ ഇക്വേഷൻ, ഞാൻ ഈ ഇക്വേഷനെ 4 എന്ന് വിളിച്ചു, ഇക്വേഷൻ 4 എന്ന് വിളിച്ചു. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, മൂന്നാമത്തെ ഇക്വേഷനെ ഇൻറ്റു 4 ചെയ്യാണ്. അതുപോലെ നാലാമത്തെ ഇക്വേഷന് ഇൻറ്റു 3 ചെയ്യാണ്. ഇതിനെ ഇൻറ്റു 4 ചെയ്താൽ എന്താ കിട്ടുക, 12c gives 16d എന്ന് കിട്ടും അല്ലേ. അതുപോലെ ഈ ഒരു ഇക്വേഷനെ, നാലാമത്തെ ഇക്വേഷനെ ഇൻറ്റു 3 ചെയ്താൽ എന്താ കിട്ടുക, അതിന് ഇൻറ്റു 3 ചെയ്താൽ 6a gives 12c എന്ന് കിട്ടും അല്ലേ. അപ്പം ഇവിടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും സി ഉള്ളത് കൊണ്ട് അവർ രണ്ടാളെയും കട്ട് ചെയ്താൽ ടോട്ടൽ റിയാക്ഷൻ നമുക്ക് 6a gives 16d എന്ന് കിട്ടും. കറക്റ്റ് ആണല്ലോ. 6a gives 16d എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് 1a gives 16/6d എന്ന് കിട്ടും. ഓക്കെ, 1a gives 16/6d. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഡി ഫോംഡ് സ്റ്റാർട്ടിങ് വിത്ത് 4 മോൾസ് ഓഫ് എ. 1a റിയാക്ട് ചെയ്താൽ 16/6d ആണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ എ നമ്മൾ 4 മോൾസ് എടുക്കുകയാണെങ്കിൽ, 1 മോൾ എടുക്കുകയാണെങ്കിൽ 16/6 ആണ് കിട്ടുക. 4 മോൾസ് എടുക്കുകയാണെങ്കിൽ എത്രയാണ് കിട്ടുക എന്നാണ് ഈ ക്വസ്റ്റ്യൻ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അല്ലേ. അതായത് 4 × 16/6d ആയിരിക്കും നമുക്ക് കിട്ടുക അല്ലേ. ചെയ്താൽ 3 കിട്ടും, 2 കിട്ടും, 32/3, അതായത് 10 പോയിന്റ് സംതിങ് അല്ലേ, 10.67 എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് 10.67 ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, ഈ രൂപത്തിൽ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണല്ലോ. അതായത് 3 സ്റ്റെപ്പിലാണ് ഇക്വേഷൻ ഉണ്ടായിരുന്നത്. ആ 3 സ്റ്റെപ്പിനെ നമ്മൾ പരസ്പരം കട്ട് ചെയ്ത് പോകുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, അവരെ ഇക്വേഷൻസിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതി. എന്നിട്ട് നമ്മൾ എയിൽ നിന്നും 1 മോൾ എയിൽ നിന്നും എത്ര മോൾ ഡി ഉണ്ടാകുന്നുണ്ട് എന്ന് നോക്കി. എന്നിട്ട് നമ്മൾ ചോദിച്ചിട്ടുള്ള വിത്ത് 4 മോൾസ് ഓഫ് എ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 4 മോൾ എയിൽ നിന്നും എത്ര മോൾ ഡി ഉണ്ടാകുന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്തു. ഈ രൂപത്തിൽ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 0.5 മോൾസ് ഓഫ് H2SO4 ഈസ് മിക്സ്ഡ് വിത്ത് 0.2 മോൾസ് ഓഫ് CaOH ട്വൈസ്. ദ മാക്സിമം നമ്പർ ഓഫ് മോൾസ് ഓഫ് CaSO4 ഫോംഡ് ഈസ്. H2SO4ഉം അതുപോലെ CaOH ട്വൈസും ആഡ് ചെയ്തിട്ട് CaSO4 എത്ര മോൾ ഉണ്ടാകും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ ആദ്യം കെമിക്കൽ ഇക്വേഷൻ ഇതാണ്. H2SO4 പ്ലസ് CaOH ട്വൈസ് ഗിവ്സ് CaSO4. ഓക്കെ, ഇവിടെ കോഎഫിഷ്യൻസ് ഒക്കെ 1 ആണ് വരിക അല്ലേ. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്യാം. അതായത് 0.5 മോൾസ് ഓഫ് H2SO4 0.2 മോൾസ് ഓഫ് CaOH ട്വൈസുമായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ മിക്സ് ചെയ്യുന്നത്. നമുക്കറിയാം പോയിന്റ് ഇവിടെ എന്താണ് ലിമിറ്റിംഗ് റിയേജൻ്റ് ആയിട്ട് വരുന്നത് CaOH ട്വൈസ് ആണ് അല്ലേ. അതായത് ഇവിടെ നമുക്ക് x/a y/b ചെയ്താൽ 0.5/1ഉം അതുപോലെ 0.2/1 ആണ് കിട്ടുക. ഈക്വൽ ടു 0.5 എന്ന് കിട്ടും, ഇവിടെ 0.2 എന്ന് കിട്ടും. അപ്പോൾ ലിമിറ്റിംഗ് റിയേജൻ്റ് ആരാണ്? ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്, CaOH ട്വൈസ് ആണ്. അപ്പോൾ പിന്നെ ഇവനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റും അല്ലേ. അതായത് 1 മോൾ CaOH ട്വൈസ് കമ്പൈൻ ചെയ്താൽ 1 മോൾ CaSO4 ആണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ 0.2 മോൾസ് ഓഫ് CaOH ട്വൈസ് കമ്പൈൻ ചെയ്താൽ എത്ര മോൾസ് ആണ് കിട്ടുക? 0.2 മോൾസ് ഓഫ് CaSO4 ആണ് കിട്ടുക അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് 0.2 മോൾസ് ഓഫ് CaSO4. ഇനി നമ്മോട് ചോദിക്കുകയാണ് എത്ര മോൾ H2SO4 ആണ് റിയാക്ട് ചെയ്യാൻ. എത്ര മോളായിരിക്കും? 0.2 മോളായിരിക്കും. കാരണം 1:1 ഇവിടെ കമ്പൈൻ ചെയ്യുന്നത്. രണ്ടിൻ്റെയും സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യൻസ് 1 ആണ് അല്ലേ. അല്ലെങ്കിൽ ബാക്കിയുള്ളത്
അൺറിയാക്റ്റഡ് ആയിട്ട് ബാക്കിയുള്ളത് എത്രയാണെന്ന് ചോദിച്ചാൽ 0.5 മൈനസ് 0.2 ഈക്വൽ ടു 0.3 മോൾസ് ആയിരിക്കും അല്ലേ. 0.5 മൈനസ് 0.2 വിൽ ബി ഈക്വൽ ടു 0.3 ആയിരിക്കും ബാക്കി ഉണ്ടാവുക. ഇങ്ങനെ ഏത് രൂപത്തിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഫോർ ദ റിയാക്ഷൻ A plus 2B gives C plus 3D, 5 moles of A and 8 moles of B will produce. ഇവിടെയും ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റിംഗ് റിയേജൻറ്റിൻ്റെ A plus 2B gives C plus 3D. ഇവിടെ 5 മോള് എയും അതുപോലെ 8 മോള് ബിയുമാണ് എടുത്തിട്ടുള്ളത്. 5 മോൾ എയും 8 മോൾ ബിയുമാണ്. നമ്മളിവിടെ x/a ചെയ്യാം അല്ലേ. അതായത് 5/1 ഈക്വൽ ടു 5, 8/2 ഈക്വൽ ടു 4. ചെറുതേതാണ്? 4 ആണ്. അപ്പോൾ ലിമിറ്റിംഗ് റിയേജൻ്റ് ആരാണ്? ബി ആണ് അല്ലേ. ഇനി നമുക്ക് കാൽക്കുലേഷനൊക്കെ ബീനെ ബേസ് ചെയ്തിട്ട് ചെയ്യാം. അതായത് 8 മോൾ ബി ആണല്ലോ റിയാക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 മോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സീൻ്റെ മോൾസ് ആണ്. ഓപ്ഷനിലുള്ളതൊക്കെ സീൻ്റെ മോൾസ് ആണ് അല്ലേ. 2 മോൾ ബി റിയാക്ട് ചെയ്യുകയാണെങ്കിൽ 1 മോൾ സി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 8 മോൾ സി ഫുള്ളായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ എത്ര മോൾ സി ഉണ്ടാവും? 4 മോൾസ് ആണ് ഉണ്ടാവുക. കാരണം എന്താണ്? 2ൻ്റെ ഹാഫാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇതിൻ്റെ ബീൻ്റെ നമ്പർ ഓഫ് മോൾസിൻ്റെ ഹാഫ് നമ്പർ ഓഫ് മോൾസ് ആണ് സീൻ്റെത് ഉണ്ടാകുന്നത്. അപ്പോൾ 2 ഫുള്ളായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ 1 ഉണ്ടാവും, 4 റിയാക്ട് ചെയ്യുകയാണെങ്കിൽ 2 ഉണ്ടാവും, 8 റിയാക്ട് ചെയ്യുകയാണെങ്കിൽ 4 മോൾസ് ഓഫ് സി ഉണ്ടാവും അല്ലേ. അപ്പോൾ 4 മോൾസ് ഓഫ് സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഇങ്ങനെ നമ്മൾ ആദ്യം x/aയും y/bയും കണ്ടിട്ട് ലിമിറ്റിംഗ് റിയേജൻറ്റിനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിമ്പിളായിട്ട് കാൽക്കുലേഷൻസ് നടത്താൻ പറ്റും. ഈ ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷനിൽ മാത്രമേ പുതിയ ആളുകൾക്ക്, അതായത് +1 ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അത് നമുക്ക് ആ ഏരിയ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലിമിറ്റിംഗ് റിയേജൻറ്റിനെ കുറിച്ച് കറക്റ്റ് പഠിച്ചു, സിമ്പിളായിട്ട് മനസ്സിലാക്കി. ഇനി ലിമിറ്റിംഗ് റിയേജൻറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക, അത് തറവാക്കുക. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറയുന്നത്. ലിമിറ്റിംഗ് റിയേജൻറ്റ് കണ്ടാൽ മാത്രമേ നമുക്ക് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻസ് റിയാക്ട് ചെയ്തു, അതുപോലെ എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് ഉണ്ടായി എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഇംപിരിക്കൽ ഫോർമുലയാണ്. എന്താണ് ഇംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ? ഇംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ടിൻ്റെ ഒരു മോളിക്യൂളിലുള്ള നമ്പർ ഓഫ് ആറ്റംസിൻ്റെ സിംപ്ലസ്റ്റ് റേഷ്യോ പറയുന്നത് അല്ലെങ്കിൽ കാണിക്കുന്നതാണ് ഇംപിരിക്കൽ ഫോർമുല. നമ്മളിപ്പോൾ ഒരു കോമ്പൗണ്ടിൻ്റെ ഒരു മോളിക്യൂളിൻ്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുമ്പോൾ ഒരു മോളിക്യൂളിൽ എത്ര ആറ്റംസ് ഉണ്ട് എന്ന് പറയുന്നതാണ്. ഓക്കെ, ഒരു മോളിക്യൂളിൽ എത്ര ആറ്റംസ് ഉണ്ട് എന്ന് പറയുന്നതാണ് മോളിക്കുലാർ ഫോർമുല. അതേസമയത്ത് അവരുടെ റേഷ്യോ, സിംപ്ലസ്റ്റ് ആയിട്ടുള്ള റേഷ്യോ പറയുന്നതാണ് ഇംപിരിക്കൽ ഫോർമുല. ഞാനിവിടെ എക്സാമ്പിളായിട്ട് മനസ്സിലാവാൻ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേത് ബെൻസീൻ ആണ് അല്ലേ. ബെൻസീൻ്റെ മോളിക്കുലാർ ഫോർമുല C6H6 ആണ്. അതായത് കാർബൺ ഇസ്റ്റു ഹൈഡ്രജൻ ഈക്വൽ ടു 6:6 ആണ് അതിലുള്ളത്. നമ്പർ ഓഫ് ആറ്റംസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 6:6 ആണ്. 6:6 നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് 1:1 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 1:1 ആണ് എന്ത് അതിലെ സിംപ്ലസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത്. നമ്മൾ ഇംപിരിക്കൽ ഫോർമുലയെ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? സിംപ്ലസ്റ്റ് റേഷ്യോ ഓഫ് ആറ്റംസ് എന്നാണ് അല്ലേ. അപ്പോൾ സിംപ്ലസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. അതുകൊണ്ട് C1H1 അല്ലെങ്കിൽ CH എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. അതുപോലെ അസറ്റിലീൻ്റെത് മോളിക്കുലാർ ഫോർമുല C2H2 ആണ്. പക്ഷെ അവിടെ 2:2 ആണല്ലോ അവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത്. 2:2 എന്ന് പറഞ്ഞാൽ സിമ്പിളാക്കിയാൽ 1:1 ആണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയും ഇംപിരിക്കൽ ഫോർമുല CH ആണ്. അപ്പോൾ നോക്കൂ, ഇവിടെ ബെൻസീൻ്റെയും അസറ്റിലീൻ്റെയും മോളിക്കുലാർ ഫോർമുലയിൽ വ്യത്യാസമുണ്ട്, പക്ഷെ അവരുടെ ഇംപിരിക്കൽ ഫോർമുല സെയിം ആണ്. ഇനി ഗ്ലൂക്കോസിൻ്റെത് C6H12O6, അതായത് 6:12:6 ആണ്. അതിനെ സിംപ്ലിഫൈ ചെയ്താൽ 1:2:1 ആണ് അല്ലേ. ഇതാണ് ഇംപിരിക്കൽ ഫോർമുല, അതായത് C1H2O. ഇനി വാട്ടറിൻ്റെതാണെങ്കിൽ മോളിക്കുലാർ ഫോർമുലയും അതുപോലെ ഇംപിരിക്കൽ ഫോർമുലയും എന്താണ്? സെയിം ആണ് അല്ലേ. 2:1 ആണ് അവിടുത്തെ ആറ്റംസിൻ്റെ റേഷ്യോ. ഇങ്ങനെ ഒരു മോളിക്യൂളിലുള്ള ഒരു കോമ്പൗണ്ടിൻ്റെ ഒരു മോളിക്യൂളിലുള്ള നമ്പർ ഓഫ് ആറ്റംസിൻ്റെ സിംപ്ലസ്റ്റ് റേഷ്യോ കാണിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്?
ഇംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇംപിരിക്കൽ ഫോർമുല എങ്ങനെയാണ് കാണുക എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇംപിരിക്കൽ ഫോർമുല എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് മിക്കവാറും പെർസെൻറ്റേജ് കമ്പോസിഷൻ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അതായത് പെർസെൻറ്റേജ് കമ്പോസിഷൻ എന്ന് പറയുമ്പോൾ 100% കോമ്പൗണ്ടിൽ എത്ര പെർസെൻറ്റേജ് നമ്മുടെ ആറ്റം ഉണ്ട് എന്നുള്ളതായിരിക്കും. ഇപ്പോൾ 2-3 ആറ്റംസ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആറ്റംസ് ഉള്ളതായിരിക്കുമല്ലോ ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ കോമ്പൗണ്ടിൽ ഓരോ എലമെൻറ്റിൻ്റെയും പെർസെൻറ്റേജ് എത്രയാണെന്ന് തരും. അങ്ങനെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യണം എന്ത്, കോമ്പൗണ്ട് 100 ഗ്രാം ആണുള്ളത്, 100% ആണുള്ളത്. അതുകൊണ്ട് അത് നമ്മൾ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം, മാസിലേക്ക് 100 ഗ്രാം ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെ 100 ഗ്രാമിൽ എത്ര ഗ്രാം ആറ്റംസ് ഉണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 40% ഓഫ് കാർബൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 40% എന്നുള്ളത് നമ്മൾ കൺവേർട്ട് ചെയ്യാണ് എങ്ങോട്ട്, ഗ്രാമിലേക്ക്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് 100 ഗ്രാം കോമ്പൗണ്ടിൽ 100 ഗ്രാം കോമ്പൗണ്ടിൽ 40 ഗ്രാം കാർബൺ ഉണ്ടായിരിക്കുമെന്ന്. ഓക്കെ, ഇങ്ങനെ നമുക്ക് തന്നിട്ടുള്ള പെർസെൻറ്റേജ് കമ്പോസിഷനെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 1 ക്ലിയർ ആണല്ലോ. പെർസെൻറ്റേജ് കമ്പോസിഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഗ്രാമിലേക്ക് മാറ്റി. ഇനി രണ്ടാമത്, യൂസ് ദി അറ്റോമിക് മാസസ് ടു കൺവേർട്ട് ഗ്രാംസ് ടു മോൾസ്. നമുക്കറിയാം മാസ് തന്നാൽ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നമ്പർ ഓഫ് മോൾസ് കിട്ടും. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഈ മാസിനെ മോൾസ് ആക്കി മാറ്റാണ്. മോൾ കൺസെപ്റ്റ് നമ്മൾ വ്യക്തമായിട്ട് ഇത് ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലേ. അതായത് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് ചെയ്താൽ എന്ത് കിട്ടും, അറ്റോമിക് മാസ് ചെയ്താൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ് കിട്ടും അല്ലേ, നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ്. അപ്പോൾ ഇങ്ങനെ തന്നിട്ടുള്ള മാസിനെ നമ്മൾ നമ്പർ ഓഫ് മോൾസിലേക്ക് കൺവേർട്ട് ചെയ്യാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, അപ്പം നമുക്കിപ്പോൾ കാർബൺ, ഇപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട് ഒക്കെ ആണെങ്കിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോന്നിൻ്റെയും എന്ത് കിട്ടും, നമ്പർ ഓഫ് മോൾസ് എക്സ്, വൈ, സെഡ് എന്നൊക്കെ കിട്ടും. ഓക്കെ, ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഡിവൈഡ് ദി മോൾസ് ഓഫ് ഈച്ച് എലമെൻറ്റ് ബൈ ദി സ്മോളസ്റ്റ് മോൾ ഫ്രാക്ഷൻ. ഈ എക്സ്, വൈ, സെഡ് ഇതിൽ ഏതാണോ ഏറ്റവും ചെറുതെന്ന് നോക്കുക, എന്നിട്ട് എല്ലാത്തിനെയും അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു റേഷ്യോ കിട്ടും. ഓക്കെ, ഇനി അങ്ങനെ കിട്ടുന്ന സിംപ്ലസ്റ്റ് റേഷ്യോ ഹോൾ നമ്പറിൽ അല്ല എന്നുണ്ടെങ്കിൽ, ഇൻഡിജേഴ്സിലല്ല എന്നുണ്ടെങ്കിൽ, ഫ്രാക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻഡിജർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്താക്കി മാറ്റണം, ഹോൾ നമ്പർ റേഷ്യോ ആക്കി മാറ്റണം. അതാണ് നാലാമത്തെ സ്റ്റെപ്പ്. ദ റിസൾട്ട് ഫ്രം സ്റ്റെപ്പ് 3 ഷുഡ് ബി എ ഹോൾ നമ്പർ. ഇഫ് നോട്ട്, അത് ഹോൾ നമ്പർ അല്ലെങ്കിൽ മേക്ക് ഇറ്റ് സോ, അതായത് ഹോൾ നമ്പർ ആക്കണം ബൈ മൾട്ടിപ്ലൈയിങ് ബൈ എ സ്യൂട്ടബിൾ ഇൻഡിജർ. ഇതാണ് ഇംപിരിക്കൽ ഫോർമുല കാണാനുള്ള സ്റ്റെപ്സ്. നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ, എക്സാമ്പിൾസ് ചെയ്ത് നോക്കുമ്പോൾ കൂടുതൽ ക്ലിയർ ആവും. ഓക്കെ, നമുക്ക് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. റെഡി? അപ്പോൾ ഞാനിവിടെ ഒന്നുകൂടി ഇംപിരിക്കൽ ഫോർമുല കാണാനുള്ള സ്റ്റെപ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാണ്. ഒന്നാമത്തേത് നമ്മൾ എന്താണ്, കൺവേർട്ട് പെർസെൻറ്റേജ് ഇൻറ്റു മാസ് അല്ലേ, മാസിലേക്ക് കൺവേർട്ട് ചെയ്യാം. രണ്ടാമത്തേത് ഫൈൻഡ് ഔട്ട് നമ്പർ ഓഫ് മോൾസ്, ഫൈൻഡ് ഔട്ട് നമ്പർ ഓഫ് മോൾസ്, നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കാണുക, തന്നിട്ടുള്ള മാസിനെ നമ്മൾ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ് കിട്ടും. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഡിവൈഡ് ഈച്ച് നമ്പർ ഓഫ് മോൾസ്, ഡിവൈഡ് ഈച്ച് നമ്പർ ഓഫ് മോൾസ് ബൈ സ്മോളസ്റ്റ് നമ്പർ, ബൈ സ്മോളസ്റ്റ് നമ്പർ. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് അല്ലേ. നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്, ഇവിടെ നമുക്ക് ഹോൾ നമ്പർ റേഷ്യോ ആണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ അത് അതേപോലെ നിലനിർത്തുക. അതല്ല എങ്കിൽ മേക്ക് ദം ഹോൾ നമ്പർ റേഷ്യോ, മേക്ക് ദം ഹോൾ നമ്പർ റേഷ്യോ. അതായത് ഹോൾ നമ്പർ അല്ല കിട്ടിയിട്ടുള്ളതെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഡിജർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവരെ ഹോൾ നമ്പർ റേഷ്യോയിലേക്ക് മാറ്റുക. ആ റേഷ്യോ ആയിരിക്കും എന്ത്, ഇംപിരിക്കൽ ഫോർമുലയുടെ റേഷ്യോ. ഓക്കെ, എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. ആൻ ഓർഗാനിക് കോമ്പൗണ്ട് കണ്ടെയ്ൻസ് 40% കാർബൺ ആൻഡ് 6.67% hydrogen by mass. Which of the following represents the empirical formula of the compound? അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളതിൽ കാർബണും ഹൈഡ്രജനും ഓക്സിജനുമാണുള്ളത് അല്ലേ ഓപ്ഷൻസിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത്
കാർബൺ 40% ആണ്. അതുപോലെ ഹൈഡ്രജൻ എത്ര പെർസെൻറ്റേജ് ആണ്? 6.67% ആണ്. ഇനി ബാക്കിയുണ്ട് 100%-ൽ ബാക്കിയുണ്ട് അല്ലേ? ആ ബാക്കി വരുന്നത് റിമൈനിങ് വരുന്നത് ആരായിരിക്കും? ഓക്സിജൻ ആയിരിക്കും അല്ലേ? ഓക്സിജൻ അത് എത്ര ആയിരിക്കും? 100 മൈനസ് 40 പ്ലസ് 6.67 ചെയ്താൽ മതി അല്ലേ? 40 പ്ലസ് 6.67 എന്ന് പറയുമ്പോൾ 46.67 അല്ലേ? 100-ന് 46.67 മൈനസ് ചെയ്താൽ ഏകദേശം 53.33 ഒക്കെ കിട്ടും അല്ലേ? ഓക്കെ, അപ്പോൾ ഓക്സിജൻ എന്തായിരിക്കും? 53.3 ആയിരിക്കും അതിൻ്റെ പെർസെൻറ്റേജ്, ഓക്സിജൻ്റെ പെർസെൻറ്റേജ്. അപ്പോൾ ആദ്യം നമ്മൾ പെർസെൻറ്റേജ് കണ്ടു. ഇനി നമ്മൾ ഇവരെന്ത് ചെയ്യാണ്? രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇവരെ മാസിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അതായത് കാർബണിൻ്റെത് 40 gram ആണ്. അതുപോലെ ഹൈഡ്രജൻ്റേത് 6.67 gram ആണ്. ഓക്സിജൻ്റേത് എത്ര gram ആണ്? 53.3 grams ആണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നമ്പർ ഓഫ് മോൾസ് അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്പർ ഓഫ് മോൾസ് കാണാണ് അല്ലേ? അപ്പോൾ 40-നെ നമ്മൾ എന്ത് ചെയ്യാണ്? 40-നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതുപോലെ 6.67-നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതുപോലെ 53.3-നെ നമ്മൾ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? ഓക്സിജൻ്റെ അറ്റോമിക് മാസ് ആയിട്ടുള്ള 16 ഉപയോഗിച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, 40/12 ചെയ്താൽ എന്താ കിട്ടുക? 40/12 ചെയ്താൽ 3.3 ആണ് കിട്ടുക അല്ലേ? 3.3. അതുപോലെ 6.67 ചെയ്താൽ 6.67/1 ചെയ്താൽ 6.67 തന്നെ കിട്ടും. 53.3/16 ചെയ്താൽ എത്ര കിട്ടുക? 16 + 16 32 + 16.3 അല്ലേ? അപ്പോൾ നമുക്ക് 3.3 തന്നെയാണ് കിട്ടുക അല്ലേ? 3.3 കിട്ടും. ഓക്കെ, അതായത് ഇവർ ഇനി ഇതിലുള്ള സ്മോളസ്റ്റ് ആയിട്ടുള്ള 3.3 കൊണ്ട് എല്ലാവരെയും ഡിവൈഡ് ചെയ്താൽ നമുക്ക് റേഷ്യോ കിട്ടുന്നത് 1:3.3. അതായത് ഞാനിവിടെ 3.3 ഡിവൈഡഡ് ബൈ 3.3, അതുപോലെ 6.67 ഡിവൈഡഡ് ബൈ 3.3, അതുപോലെ 3.3 ഡിവൈഡഡ് ബൈ 3.3. അപ്പോൾ നമുക്ക് കിട്ടുക ഇവിടെ 1 കിട്ടും, ഇവിടെ 2 കിട്ടും, അതുപോലെ ഇവിടെ എന്താ കിട്ടുക? ഇവിടെ മൂന്നാമത്തെ കേസിൽ 1 കിട്ടും അല്ലേ? അതായത് CH2O എന്ന് കിട്ടും. CH2O. റെഡി? ബി ആയിരിക്കും കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഇങ്ങനെ നമുക്ക് എംപിരിക്കൽ ഫോർമുല കാണാൻ പറ്റും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. എ കോമ്പൗണ്ട് കണ്ടെയ്ൻസ് ഈക്വൽ മാസസ് ഓഫ് ദി എലമെന്റ്സ് എ, ബി ആൻഡ് സി. ഇഫ് ദി അറ്റോമിക് മാസസ് ഓഫ് എ, ബി ആൻഡ് സി ആർ 20, 40 ആൻഡ് 60 റെസ്പെക്റ്റീവ്ലി, എംപിരിക്കൽ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട് ഈസ്. 3 എലമെന്റ്സ് ആണ് കോമ്പൗണ്ടിലുള്ളത്. എ ഉണ്ട്, അതുപോലെ ബി ഉണ്ട്, അതുപോലെ സി ഉണ്ട്. 3ഉം സെയിം എമൗണ്ട് ആണ്. നമുക്ക് 60 ആണെന്ന് സങ്കല്പിക്കുക. 3ഉം 60 ആണ്. അപ്പോൾ ഇവിടെ 60 gram ഉണ്ട്, 60 gram ഉണ്ട്, അതുപോലെ 60 gram ഉണ്ട്. റെഡി? ഇനി നമ്പർ ഓഫ് മോൾസ് കാണാൻ എൻ്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത്, എൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 20 ആണ് അല്ലേ? അപ്പോൾ 60/20. ബിൻ്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 60/40. സിൻ്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 60/60. നമുക്ക് എന്ത് ചെയ്താൽ മതി? അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഇവിടെ നമുക്ക് ഈക്വൽ ടു 60/20 ചെയ്താൽ 3 കിട്ടും. 60/40 ചെയ്താൽ 6/4, അതായത് 2/3 എന്ന് കിട്ടും. ഇവിടെ 1/1 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എ 3, ബി 2/3, സി 1 എന്നാണ് റേഷ്യോ കിട്ടിയത്. ഇതിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഹോൾ നമ്പർ റേഷ്യോ കിട്ടും. അതായത് 3നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 2/3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 1നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം എ 6, ബി 2/3 ഇൻറ്റു 2/3 ഓക്കെ 2/3നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ എല്ലാത്തിനെയും നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 3, അതുപോലെ 2/3 × 3, അതുപോലെ 1 × 3. ഓക്കെ,
അപ്പോൾ എത്ര കിട്ടുക? 3 × 3 9 കിട്ടും. ഓക്കെ, അപ്പോൾ A9 ആണ് കിട്ടുക അല്ലേ? A9 B2 സോറി റേഷ്യോ മാറിയിട്ടുണ്ട് അല്ലേ? അതായത് ബി എന്ന് പറയുന്നത് എന്താണ്? ബി എന്ന് പറയുന്നത് 60/40 അല്ലേ? അപ്പോൾ എന്താ വരിക? 3/2 ആണ് വരിക. ഓക്കെ, സോറി ഫോർ ദാറ്റ്, 3/2 ആണ് വരിക. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമ്മൾ 2 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? 3/2 ആണ് വരിക. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. A3 B 3/2 C1 എന്ന് കിട്ടി. അങ്ങനെ ആകുമ്പോൾ A6 എന്ന് കിട്ടും അല്ലേ? A6 എന്ന് കിട്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. അതുപോലെ B 3/2 × 2 ചെയ്താൽ B3 എന്ന് കിട്ടും. C 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 എന്ന് കിട്ടും. A6 B3 C2 C6 സോറി 2 കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അതുകൊണ്ട് C2 കിട്ടും അല്ലേ? C2. ഓക്കെ, A6 B3 C2. കാൽക്കുലേഷനിലെ എറർ മാത്സിൽ, അതായത് 60/40 ചെയ്ത് കൊടുത്ത് മാറിപ്പോയതാണ്. 60/40 3/2 കിട്ടും. നമ്മൾ മൊത്തത്തിൽ 3/2നെ ഹോൾ നമ്പർ ആക്കാൻ വേണ്ടിയിട്ട് 3/2 നമ്മൾ എന്താ ചെയ്യുന്നത്? 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ നമ്മളെല്ലാവരും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അതായത് 3 × 2 = 6 കിട്ടും. അതുപോലെ 3/2 × 2 = 3 കിട്ടും. അതുപോലെ 1 × 2 = 2 കിട്ടും. A6 B3 C2 A6 B3 C2. റെഡി? ഇങ്ങനെ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി മോളിക്കുലാർ ഫോർമുല എന്താണ്? മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ എ കെമിക്കൽ ഫോർമുല ദാറ്റ് ഗീവ്സ് ദി ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെന്റ് ഇൻ ഈച്ച് മോളിക്യൂൾ ഓഫ് എ സബ്സ്റ്റൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഓരോ മോളിക്യൂളിലുമുള്ള നമ്പർ ഓഫ് ആറ്റംസിൻ്റെ റേഷ്യോ ആണ്. എന്നാൽ ഇവിടെ എക്സാക്ട് നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണെന്നാണ് മോളിക്കുലാർ ഫോർമുലയിൽ പറയുന്നത്. എക്സാക്ട് നമ്പർ ഓഫ് ആറ്റംസ് ആണ് മോളിക്കുലാർ ഫോർമുലയിൽ പറയുന്നത് അല്ലേ? ഇവിടെ ഫോർ എക്സാമ്പിൾ ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലാർ ഫോർമുല C6H12O6 ആണ്. അതിൻ്റെ ഇംപിരിക്കൽ ഫോർമുല എന്താണ്? C1H2O എന്നാണ് വരിക അല്ലേ? ഓക്കെ, ബ്യൂട്ടൈൻ്റെ മോളിക്കുലാർ ഫോർമുല C4H10 ആണ്. അതുപോലെ ഒക്ടൈൻ്റേത് C8H18 ആണ്. ഇനി മോളിക്കുലാർ ഫോർമുല എങ്ങനെയാണ് കാണുക? ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇംപിരിക്കൽ ഫോർമുല കാണാം. ഓക്കെ, അതിന് ശേഷം ഇംപിരിക്കൽ ഫോർമുല മാസ് കാണാം. ഇംപിരിക്കൽ ഫോർമുല മാസ് കാണാൻ ഇംപിരിക്കൽ ഫോർമുലയിലെ നമ്പർ ഓഫ് ആറ്റംസിനെ അറ്റോമിക് മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ 2 കാർബൺ ആറ്റമാണ് ഉള്ളതെങ്കിൽ 2 × 12 പ്ലസ് 3 ഓക്സിജൻ ആറ്റം ആണെങ്കിൽ 3 × 16 അങ്ങനെ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇംപിരിക്കൽ ഫോർമുല മാസ് കാണാൻ പറ്റും. ഞാനൊരു എക്സാമ്പിൾ ചെയ്തുതരാം. CH2O ആണെങ്കിൽ ഇവിടുത്തെ ഇംപിരിക്കൽ ഫോർമുല മാസ് എന്താണ്? കാർബണിൻ്റെ മാസ് 12 പ്ലസ് 2 × ഹൈഡ്രജൻ്റെ മാസ് 1 പ്ലസ് ഓക്സിജൻ്റെ മാസ് എത്രയാണ്? 16 അല്ലേ? അപ്പോൾ 12 + 2 + 16 അതായത് 18 + 12 = 30 അല്ലേ? 30 അല്ലേ കിട്ടുക? 12 + 18 = 30 കിട്ടും. ഈ രൂപത്തിൽ നമുക്ക് ഇംപിരിക്കൽ ഫോർമുല മാസ് കാണാൻ പറ്റും. ഓക്കെ, ഡിവൈഡ് ദ മോളിക്കുലാർ മാസ് ബൈ ഇംപിരിക്കൽ ഫോർമുല മാസ്. ഇനി ഈ മോളിക്കുലാർ മാസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഇംപിരിക്കൽ ഫോർമുല മാസിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു സംഖ്യ കിട്ടുമല്ലോ. അപ്പോൾ നമുക്കൊരു സംഖ്യ കിട്ടും. അത് നമ്മൾ n എന്നാണ് വിളിക്കുക. മൾട്ടിപ്ലൈ ഈച്ച് സബ്സ്ക്രിപ്റ്റ് ബൈ ദ ആൻസർ ഫ്രം സ്റ്റെപ്പ് 3. അതായത് ഈ ഇംപിരിക്കൽ ഫോർമുലയെ നമ്മൾ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഉദാഹരണത്തിന് CH2O × n. ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മോളിക്കുലാർ ഫോർമുല കിട്ടും. ഓക്കെ, എക്സാമ്പിൾസ് നമുക്ക് ചെയ്ത് നോക്കാം. എ കോമ്പൗണ്ട് ഹാസ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ in 3:3:1 atomic ratio. If the number of moles in 1 gram of the compound is 6.06 into 10⁻³ molecular formula of the compound will be. അതായത് കാർബണും ഹൈഡ്രജനും ഓക്സിജനും 3:3:1 റേഷ്യോയിലാണ് ഉള്ളത്. ഓക്കെ,
ഇനി 1 gram ഓഫ് ദി കോമ്പൗണ്ടിൽ 6.06 ഇൻറ്റു 10⁻³ മോൾസ് ആണുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 gram കോമ്പൗണ്ടിൽ 6.06 ഇൻറ്റു 10⁻³ മോൾസ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, എന്താണ് 6.06 ഇൻറ്റു 10⁻³ മോളിൻ്റെ മാസ് എന്ന് പറയുന്നത് 1 gram ആണ് അല്ലേ. അപ്പോൾ 1 മോളിൻ്റെ മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/6.06 ഇൻറ്റു 10⁻³ അതായത് 1/6.06 ഇൻറ്റു 10⁻³ ആയിരിക്കും 1 മോളിൻ്റെ മാസ്. 1 മോളിൻ്റെ മാസിനാണല്ലോ നമ്മൾ മോളിക്കുലാർ മാസ് എന്ന് പറയാം. അപ്പോൾ മോളിക്കുലാർ മാസ് നമുക്കിത് ചെയ്താൽ എത്ര കിട്ടുക? 10 ഇൻറ്റു 10/6 അല്ലേ ഇൻറ്റു 10⁻² എന്ന് കിട്ടും. 10/6 ചെയ്താൽ 6 4 അല്ലേ. 40 എത്ര 6 6 അല്ലേ. 6 6 36 40 1.66 കിട്ടും അല്ലേ. അപ്പോൾ 1.66 ഇൻറ്റു 10⁻², അതായത് 166 എന്ന് ഏകദേശം കിട്ടും നമുക്ക് എന്ത് മോളിക്കുലാർ മാസ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 3:3:1 ആണ് അതിലെ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇംപിരിക്കൽ ഫോർമുല മാസ് എന്തായിരിക്കും? ഇംപിരിക്കൽ ഫോർമുല മാസ് വിൽ ബി 3 ഇൻറ്റു കാർബണിൻ്റെ മാസ് പ്ലസ് 3 ഇൻറ്റു ഹൈഡ്രജൻ്റെ മാസ് പ്ലസ് 1 ഇൻറ്റു ഓക്സിജൻ്റെ മാസ് അല്ലേ. അതായത് 12 ഇൻറ്റു 3 12 ഇൻറ്റു 3 ചെയ്താൽ 36 കിട്ടും. 36 പ്ലസ് 3 പ്ലസ് 16 36 3 16 അല്ലേ. 5 55 കിട്ടും അല്ലേ. 55 കിട്ടും. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? 166നെ 55 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 166 ഡിവൈഡ് ബൈ 55 ചെയ്താൽ ഓൾമോസ്റ്റ് നമുക്ക് 3 കിട്ടും അല്ലേ. 3 കിട്ടും. അപ്പോൾ 3 ആണ് ഇവിടുത്തെ n എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ C3H3O എന്നുള്ളതിനെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 3 ഇൻറ്റു 3 C9 3 ഇൻറ്റു 3 H9O3 എന്ന് കിട്ടും. ഓക്കെ. C9 H9O3 C ആയിരിക്കും കറക്റ്റ് ഓപ്ഷൻ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോളിക്കുലാർ ഫോർമുല കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇന്ന് ഇത്രയുമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കോൺസെൻട്രേഷൻ ടേംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയുമായി ബന്ധപ്പെട്ടതും അതുപോലെ ലിമിറ്റിംഗ് റിയേജൻറ്റുമായി ബന്ധപ്പെട്ടതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പരമാവധി വർക്കൗട്ട് ചെയ്യുക. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എക്സാമിൻ്റെ മുന്നേ വർക്കൗട്ട് ചെയ്യുക. എക്സാം ഷെഡ്യൂളും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളുമൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. താങ്ക് യു.